Students, hope you all enjoyed this autumn vacation, and after that we will continue our classes. So all of you take your textbook and take your exercise 10.2 and we will practice the remaining questions. Okay, all of you take your 15th question. Just I read it. Find the position vector of a point R which divides the line joining two points P and Q whose position vectors are I cap plus 2j cap minus k cap and minus I cap plus j cap plus k cap respectively in the ratio 2:1. And we have to find internally and externally. നമുക്ക് എന്താണ് പി ക്യു എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്നത് ഇന്റേണലി, അതായത് ആർ എന്ന് പറയുന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നത് ഇന്റേണലി ആവാം എക്സ്റ്റേണലി. അപ്പൊ ഇന്റേണലി നമുക്ക് കണ്ടുപിടിക്കണം, എക്സ്റ്റേണലി നമുക്ക് കണ്ടുപിടിക്കണം. മനസ്സിലായോ? പി ക്യു എന്ന് പറയുന്ന ലൈൻ ജോയിനിങ്ങിൽ ആർ എന്ന് പറയുന്ന തേർഡ് പോയിന്റ് ആ ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇന്റേണലി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണലിയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇന്റേണലി എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തെടുക്കുന്നു? 15th ക്വസ്റ്റ്യൻ്റെ നമ്മൾ എടുക്കണം. പി വി ഞാൻ എടുക്കുന്ന പൊസിഷൻ വെക്ടർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് ആർ വിച്ച് ഡിവൈഡിങ് പി ക്യു ഇന്റേണലി. പി ക്യു എന്ന് പറയുന്ന പോയിന്റിനെ അല്ലെങ്കിൽ പി ക്യു എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിന്റെ ലൈൻ സെഗ്മെന്റ് ആണ് ഈ പി ക്യു അല്ലെ. അപ്പോൾ ഈ പി ക്യു എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ആർ എന്ന് പറയുന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റേണലി. അത് ഏത് റേഷ്യോ ആണ്? m:n എന്ന് പറയുന്ന റേഷ്യോ. ദാറ്റ് ഈസ് m:n നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ ഡേറ്റയാണ്. ദാറ്റ് ഈസ് 2:1 അല്ലെ. വി നോ ദാറ്റ് ദ ഇക്വേഷൻ ഓഫ് കാൽക്കുലേറ്റ് ഇന്റേണലി mb² + na² ബൈ m plus n. എമ്മും എന്നും നമുക്കറിയാം, 2ഉം 1ഉം നമുക്കറിയാം. ഇനി വെക്ടർ എ എന്താണ്, വെക്ടർ ബി എന്താണ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ വെക്ടർ എ എന്താണ്? ക്വസ്റ്റ്യനിൽ എഴുതിക്കാവുന്ന ഐ ക്യാപ് പ്ലസ് 2j cap മൈനസ് k cap. വെക്ടർ ബി എന്താണ്? മൈനസ് ഐ ക്യാപ് പ്ലസ് j cap പ്ലസ് k cap. അപ്പൊ വെക്ടർ എയും കിട്ടി, വെക്ടർ ബി നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തെഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എം എന്ന് പറയുന്നത് എന്താണ്? 2. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു വെക്ടർ ബി അല്ലേ ആദ്യം, 2 ഇൻറ്റു വെക്ടർ ബി. അപ്പൊ വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്. ക്ലിയർ ആയോ? പ്ലസ് എന്നിട്ട് എൻ എന്ന് പറയുന്നത് എന്താണ്? 1. സോ 1 ഇൻറ്റു വെക്ടർ എ എന്താണ്? ഐ ക്യാപ് പ്ലസ് 2j cap മൈനസ് k cap. ക്ലിയർ ആയോ? ഡിവൈഡഡ് ബൈ m plus n, ദാറ്റ് ഈസ് 2 + 1 which is equal to 3. ഇനി എന്ത് ചെയ്യുക? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? എങ്ങനെ വരും? 2 ഇൻറ്റു മൈനസ് ഐ ക്യാപ്, ദാറ്റ് ഈസ് മൈനസ് 2i cap പ്ലസ് 2 ഇൻറ്റു ജെ ക്യാപ്, 2j cap പ്ലസ് 2 ഇൻറ്റു k cap പ്ലസ് 2k cap. ഇനി ഇവിടെ എന്താ? പ്ലസ് ആണുള്ളത് അല്ലേ. അപ്പൊ 1 ഇൻറ്റു ഐ ക്യാപ് നമുക്കറിയാം, പ്ലസ് ഐ ക്യാപ് പ്ലസ് 2j cap പ്ലസ് 1 ഇൻറ്റു മൈനസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് k cap ഡിവൈഡഡ് ബൈ 3. 2 + 1 3. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്തേ. മൈനസ് 2iയും പ്ലസ് ഐ ക്യാപ്പും. അപ്പൊ എന്താ വരുന്നത്? മൈനസ് ഐ ക്യാപ് അല്ലെ. അടുത്ത എന്താ? പ്ലസ് 2j പ്ലസ് 2j. അപ്പൊ എന്ത് വരും? പ്ലസ് 4j cap പ്ലസ് അടുത്ത എന്താ? പ്ലസ് 2k capും മൈനസ് k capും. അപ്പൊ എങ്ങനെ വരും? പ്ലസ് k cap ഡിവൈഡഡ് ബൈ 3. ഇനി നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? മൈനസ് 1/3i cap പ്ലസ് 4/3j cap പ്ലസ് 1/3k cap. അപ്പൊ ഇന്റേണലി ആർ എന്ന് പറയുന്ന പോയിന്റ് പി ക്യു എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ കിട്ടിയോ? മനസ്സിലായോ? മൈനസ് 1/3i cap പ്ലസ് 4/3j cap പ്ലസ് 1/3k cap.
ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്? എക്സ്റ്റേണലി നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എക്സ്റ്റേണലി ലൈൻ സെഗ്മെന്റ് പി ക്യൂനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫിഫ്റ്റീൻതിന്റെ സെക്കൻഡ് വൺ എക്സ്റ്റേണലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? m:n എന്ന് പറയുന്ന റേഷ്യോയില് m vector b minus na vector divided by m minus n, where m is to n എന്ന് പറയുന്നത് എന്താണ്? 2:1 ആണെങ്കിൽ. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേക്ക്. 2 into വെക്ടർ b എന്ന് പറയുന്നത് എന്തായിരുന്നു? I cap minus I cap plus j cap plus k cap minus 1 into വെക്ടർ a എന്ന് പറയുന്നത് എന്തായിരുന്നു? I cap plus 2j cap minus k cap divided by 2 minus 1. ഇനി ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. ആൻസർ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ വരെ ചെയ്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കേട്ടല്ലോ? ഇത് ഇക്വേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്ത് ചെയ്താൽ മതി? 2 into minus I cap plus 2 into j cap plus 2 k cap എടുത്തെഴുതുക. ദെൻ -1 കൊണ്ട് ഈ ബ്രാക്കറ്റിനുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഐയുടെയും ജെയുടെയും കെയുടെയും ടേംസുകൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്നു. ദെൻ ഇക്വേറ്റ് ചെയ്ത് ഫൈനൽ ആൻസർ എഴുതുന്നു. ക്ലിയർ ആയല്ലോ? സോ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 16th ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേ? Find the position vector of the midpoint of the vector joining the points P. The coordinates are 2, 3, 4 and Q coordinates 4, 1, -2. എന്താണ്? രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന വെക്ടർ, ദാറ്റ് ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് പി ക്യു ആദ്യം കണ്ടുപിടിക്കണം. ദെൻ എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? പിയുടെയും ക്യൂയുടെയും ജോയിനിങ്ങിന് ഒരു മിഡ് പോയിന്റ് ഉണ്ട്. മിഡ് പോയിന്റ് മീൻസ് ആ മിഡ് പോയിന്റിന്റെ വെക്ടർ കണ്ടുപിടിക്കണം. സോറി, എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പൊസിഷൻ വെക്ടർ ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ വെക്ടർ ജോയിനിങ് ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂ ജോയിൻ ചെയ്യുന്ന വെക്ടറിന്റെ മിഡ് പോയിന്റിന്റെ വെക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് ഗിവൺ ഡേറ്റ എന്താ തന്നിരിക്കുന്നത്? ഗിവൺ ഡേറ്റ ഫസ്റ്റ് പോയിന്റ് പി എടുത്തെഴുതിക്കുക എല്ലാവരും. പോയിന്റ് പിയുടെ കോർഡിനേറ്റ്സ് ഗിവൺ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഗിവൺ ഡേറ്റ എന്താണ്? ഫസ്റ്റ് പോയിന്റ് പി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 2, 3, 4 ആൻഡ് ക്യൂ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 4, 1, -2. ഇനി ഇതെന്ത് കാണണം? ഇതിന്റെ പൊസിഷൻ വെക്ടർ കാണണം. അപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് പി എന്ന് പറയുന്നത് എന്താണ്? പൊസിഷൻ വെക്ടർ ഓഫ് പി is equal to വെക്ടർ എ വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ എടുക്കുന്നു ഇതിൻ്റെ അകത്ത് ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ വെക്ടർ ആകും 2i cap plus 3j cap plus 4k cap. ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിക്കണം? പൊസിഷൻ വെക്ടർ ഓഫ് ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു വെക്ടർ ബി. വെക്ടർ ബി നമുക്ക് എങ്ങനെ എടുക്കാം? 4i cap plus j cap minus 2k cap. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഈ രണ്ട് പോയിന്റ്സിന്റെ ജോയിന്റ് വെക്ടറിന്റെ മിഡ് പോയിന്റ് വെക്ടർ കണ്ടുപിടിക്കണം, അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ രണ്ടിന്റെ പൊസിഷൻ വെക്ടർ കണ്ടു. പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് പി എന്ന് പറയുന്നതിന് നമ്മൾ വെക്ടർ എ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പം കോർഡിനേറ്റ്സ് വെച്ചിട്ട് നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സിന്റെ രൂപത്തിൽ എഴുതി. ദാറ്റ് ഈസ് 2i cap plus 3j cap plus 4k cap. അടുത്ത് ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ ഓഫ് ക്യൂ എന്ന് പറയുന്നത് വെക്ടർ ബിയോട് തുല്യമാണ്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 4i cap plus j cap minus 2k cap. ഇനി മിഡ് പോയിന്റ് ഓഫ് ദ പൊസിഷൻ വെക്ടർ ഓഫ് മിഡ് പോയിന്റ് ആർ ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? a plus b by 2. മനസ്സിലായോ? എന്താണ്? പൊസിഷൻ വെക്ടർ ഓഫ് മിഡ് പോയിന്റ് ആർ ഓഫ് പി ക്യൂ ഈസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ബൈ 2. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വെക്ടർ എയും വെക്ടർ ബിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ മിഡ് പോയിന്റ് നമുക്ക് കിട്ടും.
അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് എന്തെടുക്കുക, വെക്ടർ എ എടുക്കുക. ദാറ്റ് ഈസ് 2i cap പ്ലസ് 3j cap പ്ലസ് 4k cap പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് 4i cap പ്ലസ് j cap മൈനസ് 2k cap ഡിവൈഡഡ് ബൈ 2. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? 2i cap പ്ലസ് 4i എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 6i cap പ്ലസ് 3j cap പ്ലസ് j cap എന്ന് പറയുമ്പോൾ 4j cap 4k cap മൈനസ് 2k cap എന്ന് പറയുമ്പോൾ പ്ലസ് 2k cap ഡിവൈഡഡ് ബൈ 2 അല്ലെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും? 3i cap പ്ലസ് 2j cap പ്ലസ് k cap. അപ്പൊ എന്താണ് മിഡ് പോയിന്റ്? മനസ്സിലായോ? പൊസിഷൻ വെക്ടർ ഓഫ് മിഡ് പോയിന്റ് ആറിന്റെ പി ക്യൂ. അതിന്റെ ഇത് കിട്ടിയല്ലോ, മിഡ് പോയിന്റ് എന്ത് കിട്ടിയില്ലേ? ഓക്കെ. 3i cap പ്ലസ് 2j cap പ്ലസ് k cap. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറയണോ? ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ വെക്ടർ ജോയിനിങ് ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന വെക്ടർ ജോയിൻ ചെയ്യുന്നതിന്റെ മിഡ് പോയിന്റിന്റെ വെക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? ആദ്യം എന്ത് ചെയ്തു? പോയിന്റ് പിയുടെയും ക്യൂവിന്റെയും പൊസിഷൻ വെക്ടർ കണ്ടു. ദെൻ മിഡ് പോയിന്റ് കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ബൈ 2 അല്ലെങ്കിൽ എ പ്ലസ് ബി ബൈ 2 ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മിഡ് പോയിന്റ് കിട്ടി. 2 പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് കിട്ടി. ഓക്കെ. ഇനി 17th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഷോ ദാറ്റ് ദ പോയിന്റ്സ് എ ബി ആൻഡ് സി വിത്ത് പൊസിഷൻ വെക്ടേഴ്സ് വെക്ടർ എ ഈക്വൽ ടു 3i cap മൈനസ് 4j cap മൈനസ് 4k cap വെക്ടർ ബി ആൻഡ് വെക്ടർ സി തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി ഫ്രം ദ വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വിത്ത് ദ പൊസിഷൻ വെക്ടേഴ്സ്, നമുക്ക് അതിന്റെ പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി എന്ന് പറഞ്ഞിട്ട് പൊസിഷൻ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് അത് കണ്ടുപിടിക്കേണ്ടത്? അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്നാണ്, അതിന്റെ വെർട്ടിസസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. എ ബി സി. ഓക്കെ. വെക്ടർ എ എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്നത് 3i cap മൈനസ് 4j cap മൈനസ് 4k cap. വെക്ടർ ബി എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 2i cap മൈനസ് j cap പ്ലസ് k cap. വെക്ടർ സി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? i cap മൈനസ് 3j cap മൈനസ് 5k cap. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ഗിവൺ ഡേറ്റ കൊടുക്കാം. ഗിവൺ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് പൊസിഷൻ വെക്ടർ ഓഫ് എ തന്നിട്ടുണ്ട് അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു വെക്ടർ എ. പൊസിഷൻ വെക്ടർ ഓഫ് എ എന്ന് പറയുന്നത് വെക്ടർ എയോട് തുല്യമാണ്. അത് നമുക്കറിയാം. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 3i cap മൈനസ് 4j cap മൈനസ് 4k cap which is equal to vector OA where O is the origin. O origin ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, OA നമ്മൾ origin ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനോട് തുല്യമാണെന്ന് നമ്മൾ എഴുതി? OAയോട് തുല്യമാണ് വെക്ടർ എ എന്ന് നമ്മൾ എഴുതി. സിമിലർലി നമ്മൾ എന്തെടുക്കുന്നു? പൊസിഷൻ വെക്ടർ ഓഫ് ബി എടുക്കുന്നു. അത് നമുക്കറിയാം വെക്ടർ ബിയോട് തുല്യമാണ്, വിച്ച് ഈസ് ഈക്വൽ ടു OB. അത് എന്തിന് തുല്യമാണ്? OBക്ക് തുല്യമാണ്. വെക്ടർ ബി ഞാൻ എടുത്തെഴുതുന്നില്ല, ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്തെടുക്കുക? പൊസിഷൻ വെക്ടർ ഓഫ് സി നമ്മൾ എടുക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു വെക്ടർ സി. അത് നമുക്ക് OCയോട് തുല്യമായിട്ട് എടുക്കാം. അതും ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, OC. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ABC എന്ന് പറയുന്ന വെർട്ടിസസ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണ് ABC എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്ര എഴുതി കാണുമല്ലോ അല്ലെ? ഇനി നമുക്ക് എന്ത് കാണണം? നൗ വെക്ടർ AB നമുക്ക്
കണ്ടുപിടിക്കണം. വെക്റ്റർ എ ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വെക്റ്റർ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പൊസിഷൻ വെക്റ്റർ ഓഫ് ഡി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ അല്ലെ? പൊസിഷൻ വെക്റ്റർ ഓഫ് ബി പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. ഓക്കെ, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് വെക്റ്റർ എ. വെക്റ്റർ ബി എന്ന് പറയുന്നത് എന്താണ്? 2i ക്യാപ് മൈനസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 3i ക്യാപ് മൈനസ് 4j ക്യാപ് മൈനസ് 4k ക്യാപ്. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 3i ക്യാപ് മൈനസ് 3i ക്യാപ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ വരും? മൈനസ് ഐ ക്യാപ് മൈനസ് ഐ ക്യാപ്. അടുത്ത എന്താ വരുന്നത്? -1 മൈനസ് മൈനസും കൂടെ പ്ലസ് ആവും. അപ്പൊ എങ്ങനെ വരും? -1 പ്ലസ് 4j എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ വരും? പ്ലസ് 3j ക്യാപ്. അടുത്ത എന്താ? +1ഉം +4ഉം. അപ്പൊ എങ്ങനെ വരും? 5k ക്യാപ്. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യണം. ഒന്നുകൂടെ നോക്കിക്കേ. ആദ്യം വെക്റ്റർ എ ബി കണ്ടുപിടിച്ചു. വെക്റ്റർ എ ബി എന്ന് പറയുന്നത് പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. പൊസിഷൻ വെക്റ്റർ ഓഫ് ബി നമ്മൾ എഴുതി, വെക്റ്റർ ബി മൈനസ് വെക്റ്റർ എ എടുത്തു, കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി. അതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി അടുത്ത നമ്മൾ എന്താ എടുക്കാൻ പോകുന്നത്? പൊസിഷൻ വെക്റ്റർ ഓഫ് ബി സി. എന്താണ്? പൊസിഷൻ വെക്റ്റർ ഓഫ് ബി സി വേണം ഇനി നമുക്ക് കാണാനായിട്ട്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി എന്തെടുത്തു? പൊസിഷൻ വെക്റ്റർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ബി. മനസ്സിലായോ? എന്താണ്? വെക്റ്റർ ബി സി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? പൊസിഷൻ വെക്റ്റർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ബി എടുത്തു. അതും ഈ പറയുന്നത് പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. പൊസിഷൻ വെക്റ്റർ ഓഫ് സി എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ക്യാപ് മൈനസ് 3j ക്യാപ് മൈനസ് 5k ക്യാപ് മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ബി എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? 2i ക്യാപ് മൈനസ് j ക്യാപ് പ്ലസ് k ക്യാപ്. ഓക്കെ, ഇക്വേറ്റ് ചെയ്തേ. 1 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ വരും? മൈനസ് ഐ ക്യാപ് മൈനസ് 3 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ വരും? മൈനസ് 2j ക്യാപ്. അടുത്ത എന്താ? -5 മൈനസ് 1 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? -6k ക്യാപ് എന്ന് വരും. അപ്പൊ എങ്ങനെ വരും? -i ക്യാപ് മൈനസ് 2j ക്യാപ് മൈനസ് 6k ക്യാപ് എന്ന് വന്നു. ഇതിനെ നമ്മൾ എന്തായിട്ട് എഴുതുന്നു? സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. മനസ്സിലായോ? ആദ്യം നമ്മൾ വെക്റ്റർ എ ബി കണ്ടുപിടിച്ചു. അതിന്റെ സോൾവ്ഡ് ആൻസറിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് വെക്റ്റർ ബി സി കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? പൊസിഷൻ വെക്റ്റർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ബി കണ്ടു. സോൾവ് ചെയ്ത് വന്ന് ലാസ്റ്റ് ഫൈനൽ ആൻസറിനെ നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് ഒന്നുകൂടെ കണ്ടുപിടിക്കണം. എന്താണ്? പൊസിഷൻ വെക്റ്റർ ഓഫ് എ സി. പൊസിഷൻ വെക്റ്റർ ഓഫ് എ സി കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ പൊസിഷൻ വെക്റ്റർ ഓഫ് എ സി കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? പൊസിഷൻ വെക്റ്റർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. ഓക്കെ, അതും ഈ പറയുന്നത് പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? ഐ ക്യാപ് മൈനസ് 3j ക്യാപ് മൈനസ് 5k ക്യാപ് മൈനസ് വെക്റ്റർ എ എന്ന് പറഞ്ഞത് എന്താണ്? 3i ക്യാപ് മൈനസ് 4j ക്യാപ് മൈനസ് 4k ക്യാപ്. എന്ത് ചെയ്യുക? ഇതും കാൽക്കുലേറ്റ് ചെയ്യുക. i മൈനസ് 3 എന്ന് പറയുന്നത് -2i ക്യാപ് മൈനസ് 3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. -3 പ്ലസ് 4 എന്ന് പറയുന്നത് +1j ക്യാപ്. അടുത്ത എന്താ? -5 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പൊ ഇതൊരു -5 പ്ലസ് 4 എന്ന് പറയുന്നത് -k ക്യാപ്. ഇതിനെ നമ്മൾ എന്ത് കൊടുക്കുന്നു? തേർഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്താണ്? വെക്റ്റർ എ സി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? -2i പ്ലസ് j ക്യാപ് മൈനസ് k ക്യാപ് എന്ന് കിട്ടി. അത് നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണെങ്കിൽ എന്ത് വേണം? രണ്ട് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നത് മൂന്നാമത്തെ സൈഡ് ആയിരിക്കണം അല്ലെ?
അപ്പം വെക്റ്റർ എ ബി കണ്ടുപിടിച്ചു, വെക്റ്റർ ബി സി കണ്ടുപിടിച്ചു, വെക്റ്റർ എ സി കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കിയാലോ. വെക്റ്റർ എ ബി പ്ലസ് വെക്റ്റർ adding equation 1 and 2. 1 and 2 കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് വെക്റ്റർ എ ബി പ്ലസ് ബി സി. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഐ ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 5k ക്യാപ് മൈനസ് ഐ ക്യാപ് മൈനസ് 2j ക്യാപ് മൈനസ് 6k ക്യാപ്. നമുക്ക് ഇക്വേഷൻ കിട്ടി മൈനസ് 2i ക്യാപ് പ്ലസ് j ക്യാപ് മൈനസ് k ക്യാപ് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു വെക്റ്റർ എ സി. ഇത് എന്തിനോട് തുല്യമാണ്? മൂന്നാമത്തെ, അതായത് വെക്റ്റർ എ ബി പ്ലസ് വെക്റ്റർ ബി സി കിട്ടുമ്പോൾ ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്തിനോട് തുല്യമായിട്ട് കിട്ടി? വെക്റ്റർ എ സിയോട് തുല്യമാണ്. അപ്പോൾ ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഒന്നുകൂടെ നോക്കണം, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോഴും ഇത് ഇതേപോലെയാണോ നോക്കണം. രണ്ട് സൈഡുകൾ പ്ലസ് ചെയ്യുന്നത് മൂന്നാമത്തെ സൈഡ് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കുലർ എന്താണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. സോ ഫസ്റ്റ് നെക്സ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ മോഡുലസ് ഓഫ് വെക്റ്റർ എ ബി. മോഡുലസ് ഓഫ് വെക്റ്റർ എ ബി എടുത്തേ. വെക്റ്റർ എ ബി നമ്മൾ ഇക്വേഷൻ 1 ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, ദാറ്റ് ഈസ് 1 പ്ലസ് 9 പ്ലസ് 25 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 35. അടുത്ത കണ്ടുപിടിക്കുന്നത് എന്താണ്? വെക്റ്റർ ബി സി. അപ്പൊ വെക്റ്റർ ബി സി എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് 4 പ്ലസ് 36 which is equal to root 41. അടുത്ത എന്താണ്? വെക്റ്റർ എ സി. വെക്റ്റർ എ സി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 4 പ്ലസ് 1 പ്ലസ് 1 which is equal to root 6. അപ്പൊ ഇതിന്റെ നമുക്ക് എന്ത് കിട്ടി? നമ്മളിത് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ലോങ്സ്റ്റ് സൈഡ് എന്ന് പറയുന്നത് റൂട്ട് 41 ആണെന്ന് മനസ്സിലായി അല്ലെ. വെക്റ്റർ ബി സി ആണ് ലോങ്സ്റ്റ് സൈഡ് എന്ന് മനസ്സിലായി. അപ്പൊ എന്തെടുക്കുക? BC the all square is equal to modulus of AB the all square plus modulus of AC square. അതെന്ന് പറഞ്ഞാൽ എന്താണ്? root 41 square is equal to root 36 അല്ലേ. ഫസ്റ്റ് 35 സോറി 35 സ്ക്വയർ പ്ലസ് എ സി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 6 സ്ക്വയർ. അതെന്ന് പറയുന്നത് എന്തിനോട് വരും? റൂട്ട് 41. റൂട്ട് 41 ഇൻറ്റു റൂട്ട് 41 എന്ന് പറയുന്നത് എന്താ? 41 is equal to 35 plus 6 which is equal to 41 plus 41. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് കിട്ടിയോ? ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ഈ ക്വസ്റ്റ്യനിൽ? ഫസ്റ്റ് ഓരോന്നും എടുത്തെഴുതി അല്ലേ. പൊസിഷൻ വെക്ടർ ഓഫ് പി എ ബി എസ് സി നമ്മൾ എടുത്തെഴുതി. അത് പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ എന്തെടുത്തു? വെക്ടർ എ ബി കണ്ടു. വെക്ടർ എ ബി കണ്ടപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് വെക്ടർ പൊസിഷൻ വെക്ടർ ഓഫ് എ കണ്ടു. ദെൻ എന്ത് കണ്ടു? വെക്ടർ ബി സി കണ്ടു. അതിൻ്റെ അകത്ത് എന്ത് കണ്ടു? പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി. ദെൻ എന്ത് കണ്ടു? വെക്ടർ എ സി കണ്ടു. വെക്ടർ എ സി എന്ന് പറയുമ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ഈ മൂന്ന് ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഇക്വേഷൻ 3 ആയിട്ട് കൺസിഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്തെടുത്തു? രണ്ട് സൈഡുകൾ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ നമ്മൾ എന്തെടുക്കും? അതിന്റെ രണ്ട് സൈഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെ എടുത്തു? നമ്മൾ വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി എന്ന് പറയുന്നത് വെക്ടർ എ സി ആണെന്ന് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് എടുത്തപ്പോൾ നമുക്ക് കിട്ടി വെക്ടർ ബി സി ഇസ് ഈക്വൽ ടു വെക്ടർ എ ബി പ്ലസ് വെക്ടർ എ സി. അതായത് രണ്ട് സൈഡുകൾ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കുലർ ആണ്. ഓക്കെ, ഇനി മൂവ് ടു ദ 18th ക്വസ്റ്റ്യൻ. 18th ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് എടുത്തേ. ഇൻ ട്രയാങ്കുലർ എ ബി സി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? മൂന്ന് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് നോട്ട് ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അപ്പൊ നമ്മുടെ റൈറ്റ് ട്രയാങ്കുലർ ഒന്ന് നോക്കിക്കേ. നമുക്ക് ട്രയാങ്കുലർ തന്നിട്ടുണ്ട് എ ബി സി. ഫസ്റ്റ് കണ്ടീഷൻ തന്നിരിക്കുന്നത് വെക്ടർ എ ബി പ്ലസ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി പ്ലസ് വെക്ടർ സി എ എന്ന് പറയുന്നത്
സീറോ വെക്ടർ ആണെന്നും അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി മൈനസ് വെക്ടർ എ സി എന്ന് പറയുന്നത് സീറോ വെക്ടർ ആണ് കിട്ടി. മൂന്നാമത്തെ നമുക്ക് തരുന്നത് വെക്ടർ എ ബി മൈനസ് വെക്ടർ സി ബി പ്ലസ് വെക്ടർ സി എ അത് സീറോ വെക്ടർ ആണ് നമുക്ക് കിട്ടി. ഇതിൽ ഏത് കണ്ടീഷനാണ് ട്രൂ ഫോൾസ് എന്ന് ചോദിച്ചത്, ഇസ് നോട്ട് ട്രൂ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ബൈ യൂസിങ് ട്രയാങ്കുലർ ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി പ്ലസ് വെക്ടർ സി എ ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് എന്താ തുല്യമാണ്. കാരണം ഇത് വെക്ടർ സി എ എന്ന് പറയുന്നത് നമുക്ക് അപ്പുറത്തോട്ട് ഇടുമ്പോൾ എങ്ങനെ വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി ഈസ് ഈക്വൽ ടു മൈനസ് വെക്ടർ സി എന്നിടാം. മൈനസ് വെക്ടർ സി എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ് വെക്ടർ എ സിയോട് തുല്യമാണ്. രണ്ടാമത്തെ കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി ഈക്വൽ ടു പ്ലസ് എ സി എന്നുള്ളത് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും മൈനസ് വെക്ടർ എ സി എന്നുള്ളത് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് വെക്ടർ എ സി. അപ്പൊ നമ്മുടെ കണ്ടീഷൻ തെറ്റായിട്ടുള്ളത് ഏതാണ്? മൂന്നാമത്തേതാണ് കണ്ടീഷൻ തെറ്റായിട്ടുള്ളത്. ട്രയാങ്കുലർ ലോ യൂസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ്, അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഫസ്റ്റ് രണ്ട് സാറ്റിസ്ഫൈ ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പൊ നോട്ട് ട്രൂ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെയാണ്. ഓക്കെ, ഇനി ടേക്ക് യുവർ 19th ക്വസ്റ്റ്യൻ. Okay, 19th that one is if vector A and vector B are two collinear vectors, then which of the following are incorrect? ഇതിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഫസ്റ്റ് വൺ പറയുന്നത് വെക്ടർ B ഈക്വൽ ടു ലാംഡ വെക്ടർ A ഫോർ സം സ്കെയിലാർ ലാംഡ എന്നാ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് വെക്ടർ A ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വെക്ടർ B. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ദ റെസ്പെക്റ്റീവ് കമ്പോണൻസ് ഓഫ് വെക്ടർ A ആൻഡ് വെക്ടർ B ആർ പ്രിപ്രോഷണൽ. ഇതില് ഫസ്റ്റ് മൂന്നും എന്താണ്? കൊളീനിയർ തന്നെയാണ്. ഓക്കെ, ബൈ ദ ഡെഫിനിഷൻ ഓഫ് കൊളീനിയർ വെക്ടേഴ്സിന്റെ ഡെഫിനിഷൻ വൈസ് ഫസ്റ്റ് ടു കണ്ടീഷൻസ് ആണ്. 3 എന്ന് പറയുന്നത് വിച്ച് ഇസ് എക്സാക്ട്ലി വെക്ടർ ബി ഫസ്റ്റ് കണ്ടീഷനുമായിട്ട് ഏകദേശം സാമ്യമാണ്. ബിക്കോസ് ലാംഡ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 വരുമ്പോഴാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. അപ്പൊ വെക്ടർ ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും എന്താണ്? കറക്റ്റ് തന്നെയാണ്. ഇനി ഫോർത്ത് ഓപ്ഷൻ നോക്കിയേ, ബോത്ത് ദ വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഹാവ് സെയിം ഡയറക്ഷൻ ബട്ട് ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ്. കൊളീനിയറിന്റെ അകത്ത് എന്താണ് നമുക്ക് പറഞ്ഞത്? ഡിഫറെന്റ് ഡയറക്ഷൻസ് ആൻഡ് ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ബോത്ത് ദ വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഹാവ് സെയിം ഡയറക്ഷൻ സെയിം ആയിരിക്കണം ബട്ട് ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞ ആ ഓപ്ഷന് ആണ് ഇൻകറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് നോട്ട് ട്രൂ ബിക്കോസ് ടു കൊളീനിയർ വെക്ടേഴ്സ് ക്യാൻ ഹാവ് ഡിഫറെന്റ് ഡയറക്ഷൻസ് ആൻഡ് ഓൾസോ ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ്സ്. രണ്ട് കൊളീനിയർ വെക്ടേഴ്സിന് ഡിഫറെന്റ് ഡയറക്ഷൻസും ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ്സും വരാം. ഓക്കെ, അപ്പൊ ബാക്കി മൂന്നും കൊളീനിയർ ഡെഫിനിഷന് അനുസൃതമാണ്. ഓക്കെ, അപ്പോൾ 10.2 എക്സസൈസ് നമ്മൾ കഴിഞ്ഞു. എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ബാക്കി റിമൈനിങ് കുറെ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ബാക്കി റിമൈനിങ് പോർഷൻസ് വാട്സാപ്പ് വഴി ഫോട്ടോ എടുത്ത് ഇട്ട് തരണം. കേട്ടല്ലോ? നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വേണം പോകാൻ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.